എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവർക്കും തിരുവോണാശംസകൾ കേട്ടോ. നമ്മളെ ഇന്നത്തെ വ്ളോഗാണ് കേട്ടോ, ഇന്നത്തെ വിശേഷങ്ങളാണ് പിന്നെ ഇന്നത്തെ വീഡിയോയിലുള്ളത് കേട്ടോ. നമ്മൾ പൂവൊക്കെ ഇട്ടിട്ടുണ്ട് ഉണ്ടല്ലേ, ഉള്ളിലൊക്കെ ഇട്ടിട്ടുണ്ട് കേട്ടോ. കുറച്ചേ പൂ കിട്ടിയുള്ളൂ, അതൊക്കെ ഇട്ടിട്ടുണ്ട്. കുറച്ച് പുറത്ത് ഇട്ടിട്ടുണ്ട് കേട്ടോ. ബാക്കി വിശേഷങ്ങളൊക്കെ കാണാം കേട്ടോ. അങ്ങനെ നമ്മൾ പൂജയൊക്കെ കഴിഞ്ഞു കേട്ടോ. ഈ വീഡിയോ ഞാൻ ഇടുന്നത് ഓണം കഴിഞ്ഞിട്ട് എത്രയോ ദിവസമായി കേട്ടോ. എനിക്ക് ഇടാൻ പറ്റിയില്ല, ദീപാവലിയുമായി. അപ്പോഴാണ് എനിക്ക് സമയം കിട്ടുക കേട്ടോ, അങ്ങനെ ഇട്ടതാണ്. ഇത് നമ്മൾ രാവിലത്തെ ഇതാണ് കേട്ടോ, അപ്പമാണ് ഉണ്ടാക്കിയത്. അപ്പം ചെയ്തത് ഇട്ടതാട്ടോ. നമ്മൾ അങ്ങനെയൊന്നും അപ്പം ഉണ്ടാക്കലില്ല കേട്ടോ. നമ്മുടെ കണ്ണൂർ അങ്ങനെയൊന്നും വലിയ വീട്ടിലായിട്ടൊന്നും അപ്പം ഉണ്ടാക്കില്ല. എപ്പോഴെങ്കിലും ഞാൻ അപ്പം ഉണ്ടാക്കും. അതിന് മുട്ടക്കറിയോ ഉണ്ടാക്കിയായിരുന്നു കേട്ടോ. പിന്നെ നമ്മളിത് പൂവൊക്കെ സെറ്റാക്കുന്നുണ്ട്. അബി ഇല്ലേ, ആ ഇലയൊക്കെ ഇങ്ങനെ ചെറുതായി അരിഞ്ഞിടുന്നുണ്ട്. ഇത് അരുവട്ടിനോടെ പൂവെല്ലാം വേർതിരിക്കുന്നുണ്ട് കേട്ടോ. ഇതെല്ലാം ഇതാക്കുന്നുണ്ട്. അങ്ങനെ എല്ലാവരും ഓരോരോ പണിയിലാട്ടോ. എന്താ നമുക്ക് ഇത്രയും പൂവ് അന്ന് കിട്ടിയിരുന്നു കേട്ടോ. അരിപ്പൂവൊക്കെ ഉണ്ടായിരുന്നു, നമ്പ്യാർവട്ടം, പിന്നെ കുറച്ച് റോസ്, പിന്നെ ജമന്തി, അങ്ങനെയൊക്കെ കിട്ടിയായിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ എടുത്ത് വെച്ചു. എന്നിട്ട് പിന്നെ നമ്മൾ പൂവിടാൻ നോക്കലാണ് കേട്ടോ. അതാണ് ഏത് ഡിസൈൻ ഇടുന്നൊക്കെ ഇങ്ങനെ പറഞ്ഞിങ്ങനെ ആലോചിച്ചിട്ട് അങ്ങനെ നമ്മൾ ഈ ഡിസൈനിൽ ഇടില്ല കേട്ടോ. കുറേ ലേറ്റായിപ്പോയി. ഇതങ്ങനെ നമ്മൾ പൂവൊക്കെ ഇട്ടു കേട്ടോ. കണ്ടില്ലേ ഉള്ളിലെ, പക്ഷെ ഉള്ള പൂ വെച്ച് നമ്മൾ ഇട്ടു കേട്ടോ. അങ്ങനെ കണ്ടില്ലേ, നല്ല ഭംഗിയിൽ കാണാൻ. എല്ലാവരും നമ്മളെ വീഡിയോ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. പുതുതായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ. അങ്ങനെ ഞങ്ങൾ പൂവൊക്കെ ഇട്ട് കേട്ടോ. പിന്നെ നമ്മൾ സദ്യയൊക്കെ നമ്മൾ അങ്ങനെ നോൺ വെജൊന്നും കഴിക്കില്ല കേട്ടോ. അതുകൊണ്ട് പിന്നെ ഉച്ചക്ക് ചിക്കനൊന്നും വാങ്ങിക്കില്ല കേട്ടോ. ഇത് പിന്നെ കുറച്ച് ഫോട്ടോഷൂട്ടൊക്കെ ചെയ്തായിരുന്നു. പിന്നെ നമ്മൾ സദ്യയൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് തേങ്ങ ചിരവലും അങ്ങനെയൊക്കെ കേട്ടോ. നമ്മൾ ചിക്കനും മീനൊന്നും കഴിക്കില്ല ഉച്ചക്ക് സദ്യയിൽ. ഇത് ഒന്നും വാങ്ങിക്കത്തില്ല കേട്ടോ. അങ്ങനെ എല്ലാവരും ഓരോരോ പണിയിൽ. അബീൻ്റെ വകയായിരുന്നു പായസം. പിന്നെ ഒരുവട്ടനെല്ലാം പച്ചക്കറികളെല്ലാം അരിഞ്ഞു. ഇതാണ് അബീൻ്റെ പായസം കേട്ടോ. നല്ല അടിപൊളിയായിരുന്നു, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. അടപ്പായസം. അങ്ങനെ ചോറൊക്കെ റെഡിയായിട്ടോ. എന്താ ചോറുണ്ട്, പച്ചടി ഉണ്ടാക്കി, നമ്മുടെ സാമ്പാർ, വറുത്തരച്ച സാമ്പാർ, കാബേജ് വറവ്, പിന്നെ നമ്മുടെ നാരങ്ങ അച്ചാർ, അവിയൽ, പിന്നെ പപ്പടം, പിന്നെ കൂട്ടുകറി ഉണ്ടാക്കിയിരുന്നു കേട്ടോ. കൂട്ടുകറിയാക്കി അങ്ങനെ ഇതൊക്കെ ആക്കി. അതുകൊണ്ട് ഫ്രണ്ട്സിനെയൊക്കെ വിളിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അതും എപ്പോഴും വിളിക്കാറുണ്ട്. അപ്പോൾ അവർക്കൊക്കെ നമ്മളിങ്ങനെ സെർവ് ചെയ്ത് കേട്ടോ. ഉപ്പേരി അതും ഇതൊക്കെ വാങ്ങിച്ചായിരുന്നു, പഴം ഉപ്പേരിയെല്ലാം. അപ്പോൾ അതൊക്കെ കൊടുക്കില്ല കേട്ടോ. ഇവർക്കൊക്കെ ഇഷ്ടമാണ് കഴിക്കാനൊക്കെ. ഇങ്ങനെ കുട്ടികൾക്ക് നമ്മുടെ സദ്യയൊക്കെ കഴിക്കാൻ ഇഷ്ടമാണ്. ഇവിടുത്തെ തെലുങ്ക് കുട്ടികളാണ് കേട്ടോ. അപ്പോൾ അവരൊക്കെ ഇരുന്നു അങ്ങനെ എല്ലാവർക്കും ഇലയിൽ, അവരിങ്ങനെ ഇലയിലൊന്നും അങ്ങനെ അറിയില്ലല്ലോ. അപ്പോൾ അതൊക്കെ കഴിയുമ്പോൾ അവർ നല്ല ഹാപ്പിയാണ്. അപ്പോൾ എല്ലാവർക്കും ഇങ്ങനെ സദ്യയൊക്കെ നമ്മൾ വിളമ്പി കൊടുക്കല കേട്ടോ. എപ്പോഴും നമ്മൾ ഓണത്തിനും വിഷുവിനും അങ്ങനെ കൊടുക്കും കേട്ടോ. കുട്ടിയൊക്കെ വലിയ ആൾക്കാരെയൊന്നും വിളിക്കലില്ല കേട്ടോ. കുട്ടികൾ വിളിക്കും. ഇവർ പപ്പടവും പായസമൊക്കെ നല്ല അടിപൊളി സെറ്റായിട്ടെല്ലാം കഴിക്കും കേട്ടോ. നമ്മളാകാട്ടെ ടേസ്റ്റിൽ കുട്ടികൾ നല്ല അടിപൊളിയായിട്ട് കഴിക്കും. അവർക്ക് അതൊക്കെ കഴിക്കാനും എല്ലാം അറിയാം. പപ്പടവും പായസം, പഴം പായസം, അങ്ങനെയൊക്കെ നമ്മൾ കഴിക്കുന്ന കണ്ടിട്ട് അവർ നല്ല അടിപൊളി സെറ്റായിട്ട് കഴിക്കും കേട്ടോ. അങ്ങനെ എല്ലാം സെർവ് ചെയ്ത് കൊടുത്തു കേട്ടോ. കണ്ടില്ലേ, എല്ലാം കൊടുത്തു. പിന്നെ അബീൻ്റെ വക പായസമൊക്കെ കൊടുക്കുന്ന കേട്ടോ. നല്ല അടിപൊളി കാരമലൈസ് പോലത്തെ ആ ഒരു ടേസ്റ്റാണ് കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു പായസം.
ഇതിൻ്റെ വീഡിയോ നമ്മൾ മറ്റേ ചാനലിൽ ഇട്ടിട്ടുണ്ട് കേട്ടോ. ഇതാണ് നമ്മുടെ സദ്യ ആക്കിയിരുന്നത് കേട്ടോ. അങ്ങനെ നമ്മുടെ ഇപ്രാവശ്യത്തെ ഓണവും കഴിഞ്ഞു കേട്ടോ. ഇനി നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് വരാം. അതുവരേക്കും ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.